പണ്ട് നമ്മളൊരു വാട്ട് ഈസ് ഇന്റർനെറ്റ്, അതായത് എന്താണ് ഇന്റർനെറ്റ് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോയിൽ ഇന്റർനെറ്റ് എങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ ഇന്റർനെറ്റ് എങ്ങനെ ഉണ്ടാക്കുകയല്ല, ഇത് ഒരു നെറ്റ്വർക്ക് ആണെന്നൊക്കെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ അവസാനം ഞാനൊരു കാര്യം ചോദിച്ചത്, നമ്മളിപ്പോൾ ഒരു വിദേശത്തോട്ട് കോൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറച്ച് ദൂരെയുള്ള ഒരു അവിടെ നമ്മൾ വീഡിയോ കോൾ ആയിട്ട് അല്ലെങ്കിൽ ഓഡിയോ കോളൊക്കെ ആയിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു മെയിൽ അയക്കുകയാണ്. അപ്പോൾ ഈ ഡാറ്റ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പലരും പറഞ്ഞ് ടവറിക്ക് പോകും, ടവറിന്ന് പിന്നെ എന്ത് ചെയ്യും, സാറ്റലൈറ്റിലോട്ട് പോകുന്നൊക്കെയാണ് പലരും പറഞ്ഞത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണത്, നമ്മളിപ്പോൾ അമേരിക്കയിലോട്ടൊക്കെ ഒരു വീഡിയോ അല്ലെങ്കിൽ ദുബായിലോട്ടൊക്കെ നിങ്ങൾ വീഡിയോ കോളും ഓഡിയോ കോളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ഡാറ്റ എങ്ങനെ പോകുന്നത്, സാറ്റലൈറ്റ് വഴിയാണോ അതോ ഭൂമിയുടെ അടിയിലൂടെ വല്ലതും എങ്ങനെ ഈ ഡാറ്റ? നമ്മുടെ ചാനലിൽ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാനും അതേപോലെ ഒരുപാട് ടെക്നിക്കൽ ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതെല്ലാം കണ്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ജോബിലോട്ട് കയറാൻ പറ്റും. നമ്മുടെ മറ്റുള്ള എല്ലാ വീഡിയോസും നോക്കുക, അതുപോലെ നമ്മുടെ പ്ലേലിസ്റ്റുകളും ചെക്ക് ചെയ്യുക. അതിലൊക്കെ നിങ്ങളുടെ കരിയർ രക്ഷപ്പെടുത്താനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ എക്സ്ക്ലൂസീവ് മെമ്പർ ആവാൻ നിങ്ങൾക്ക്, അതിലൂടെ നിങ്ങൾക്ക് നമ്മുടെ ട്യൂട്ടോറിയൽസ് കണ്ട് പഠിക്കുമ്പോൾ വരുന്ന സംശയങ്ങൾ മലയാളത്തിൽ ചോദിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ഇവന്റ്സിന്റെ ഒക്കെ പാർട്ടാവാനും പറ്റും. സോ എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് എടുക്കുക, പഠിക്കുന്നതിന്റെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പലർക്കും ഉണ്ടാകും വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ ഓഫീസിൽ നമ്മുടെ കൂടെ വന്നിരുന്ന ഒരു 6 മാസം പഠിക്കാനുള്ള പ്രോഗ്രാം കൂടെ നമുക്കുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. കൂടുതൽ നമ്മുടെ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതുപോലെ നമ്മുടെ ചാനൽ കണ്ട് എങ്ങനെ പഠിക്കണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും തന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ടീം എപ്പോഴും ഉണ്ടാവും. ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും നമ്പറുകളും കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവരെ കോൺടാക്ട് ചെയ്ത് സംസാരിക്കുക. നമുക്ക് ഈ ഡാറ്റാസ് ശരിക്കും സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പല വഴികളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സാറ്റലൈറ്റ് വഴി നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ വേറെ രാജ്യത്ത്, ഇപ്പോൾ ദുബായിലോട്ടൊക്കെ ആണെങ്കിൽ കടലിൻ്റെ അടിയിലൂടെ നമുക്ക് ഡാറ്റ ഒരു പൈപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള വഴികളുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്പീഡാണ് പ്രശ്നം. അതായത് നമ്മൾ ഇപ്പോൾ ഒരാളെ വീഡിയോ കോളൊക്കെ ചെയ്യുക, ഓഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പോൾ വിദേശത്തുള്ള ആൾക്കാരോട് വീഡിയോ കോൾ സംസാരിക്കുകയാണെങ്കിൽ പോലും നമുക്കൊരു ഡിലേ ഫീൽ ചെയ്യില്ല. അതായത് ആ സമയത്ത് തന്നെ അവരോട് വീഡിയോ കോളിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുകയാണ്. അപ്പോൾ അത് ആ ഒരു സ്പോട്ടിൽ തന്നെ ആ ഒരു രാജ്യത്തെത്തി അല്ല ആ ഒരു പ്രദേശത്ത് ഡാറ്റ എത്തി തിരിച്ച ഡാറ്റ ഇങ്ങോട്ട് വരികയും വേണ്ടേ, നമ്മുടെ ഡാറ്റ അങ്ങോട്ട് പോവുകയും വേണം, അവരുടെ ഡാറ്റ ഇങ്ങോട്ട് വരികയും വേണം. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ സ്പീഡിൻ്റെ പ്രശ്നം പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു പന്ത് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും, ഒരു ബോൾ കിട്ടുകയാണെങ്കിലോ. യെസ്, ഇതാണ് നമ്മുടെ ഭൂമി എന്ന് വിചാരിക്കും. അപ്പൊ ഈ ഭൂമിയുടെ ഈ അറ്റത്ത് ദിൽഷാദ് നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കും. ദിൽഷാദ് ഇവിടെ കേരളത്തിൽ നിന്നിട്ട് ദിൽഷാദിന്റെ യൂസിലുള്ള ഗേൾ ഫ്രണ്ടിന് നമുക്ക് ദിൽഷാദിന് വീഡിയോ കോൾ ചെയ്യണം. ഇതാണ് നമ്മുടെ ആവശ്യം. ദിൽഷാദിനെ ആഗ്രഹിക്കാം. ഇവിടെ നിൽക്കുന്ന ദിൽഷാദ് ഇങ്ങോട്ട് വീഡിയോ കോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് പല വഴികളുണ്ട്. എന്താണ്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ സാറ്റലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സാറ്റലൈറ്റോട് ഡാറ്റ അയക്കാം, എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് ഡാറ്റ വിടാം. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഭൂമി കൂടെ എങ്ങനെയും പോവാം. പിന്നെ വേറെ വല്ല വഴി ഉണ്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് പറഞ്ഞു. അപ്പോൾ ഇതിനുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു സാറ്റലൈറ്റിലോട്ട് അയച്ച് ഈ സാറ്റലൈറ്റ് ഇങ്ങോട്ട് ഡാറ്റ സെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറേ പ്രശ്നം, പരിമിതികൾ വെച്ചാൽ ഇവിടുന്ന് ഒരാൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതിനേക്കാളും ഡിസ്റ്റൻസ് കൂടുതലാണ് സാറ്റലൈറ്റ് പോയിട്ട് സാറ്റലൈറ്റ് തിരിച്ചു ഇങ്ങോട്ട് വരാൻ. ബിക്കോസ് അങ്ങോട്ട് സാറ്റലൈറ്റ് പോവുകയും വേണം, തിരിച്ചിങ്ങോട്ട് വരികയും വേണം ഡാറ്റ. അപ്പോൾ ഞാൻ ഇപ്പോൾ അതായത് ഞാനല്ല ദിൽഷാദ് ഇവിടുന്ന് ഒരു ഡാറ്റ ഗേൾ ഫ്രണ്ടിന് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഡാറ്റ അങ്ങോട്ട് സാറ്റലൈറ്റോട്ട് പോകണം, സാറ്റലൈറ്റും തിരിച്ചിങ്ങോട്ട് പോകണം. അപ്പോൾ ആ ഡിസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും എളുപ്പമാണ് നമ്മുടെ നാട്ടിലൂടെയൊക്കെ ഒരു പൈപ്പ് തുരങ്ക പോലെ ഉണ്ടാക്കി അതിനുള്ളിലൂടെ നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് എളുപ്പം എന്ന് മനസ്സിലാക്കി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു, ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ, അതായത് ലൈറ്റിന്റെ സഹായത്തോട് കൂടിയിട്ട്, അത് ഇന്ന് ഭൂമിയിൽ ഏറ്റവും സ്പീഡിൽ യാത്ര ചെയ്യണത് എന്താണുള്ളത്, ലൈറ്റ് ആണുള്ളത്. അപ്പൊ ഈ ലൈറ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് എങ്ങനെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ തന്നെ അതിന്റെ മുകളിൽ ഒരുപാട് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തിട്ട് നമ്മളെ വീട്ടിലേക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ നമ്മൾ ഇന്റർനെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വരുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ചെറിയൊരു കേബിൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മൾ ഇന്റർനെറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ കേബിളാണ്. പക്ഷെ അതിന്റെ കൂടെ വേറെ കുറച്ച് സഹായങ്ങളും കൂടെ, നമുക്കിത് ഒരുപാട് ലോങ് ദൂരത്തിൽ കൊണ്ടുപോകാൻ വേറെ കുറെ കാര്യങ്ങൾ ആവശ്യമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ കേബിൾ വലിച്ചിട്ടാണ് ശരിക്കും ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ദുബായിലോട്ട് എങ്ങനെ സെൻഡ് ചെയ്യണത്? എടോ, കടലിന്റെ അടിയിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, പൈപ്പ് ഇടുകയാണ് ചെയ്യണത്. അതായത് കടലിന്റെ അടിയിലൂടെ പൈപ്പ് ഇട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ ഉള്ളിലൂടെ ലൈറ്റിന്റെ സഹായത്തോടെ ഇട്ട് ഈ ഡാറ്റ അപ്പുറത്ത് എത്തിക്കുകയാണ് ചെയ്യണത്. അത് എന്തിനേക്കാൾ സ്പീഡാണ്, ഈ സാറ്റലൈറ്റിൽ ഡാറ്റ സെൻഡ് ചെയ്ത് തിരിച്ചയക്കുന്നേക്കാളും സ്പീഡാണ്. വേറെ പ്രത്യേകിച്ച് സാറ്റലൈറ്റിലൂടെ അയക്കുമ്പോൾ നമ്മൾ വയറില്ലാതെയാണ് നമ്മൾ അയക്കുന്നത്. അപ്പൊ ഈ വായിലൂടെ, അതായത് എയറിലൂടെ ഇങ്ങനെ ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ ആ ഡാറ്റ ഒരുപാട് ലോസ് വരാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ അതിനേക്കാളൊക്കെ ഫാസ്റ്റ് ആയിട്ടാണ് ആര് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണത്? ലൈറ്റ് ട്രാൻസ്ഫർ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇവിടെ ലൈറ്റിന്റെ സഹായത്തോടുള്ള കേബിളുകളാണ്. പല ഭാഗത്തോട്ട് ഈ പൈപ്പുകൾ പോയിട്ടുണ്ട്. അതായത് കടലിനടിയിലൂടെ മാത്രമല്ല, ഭൂമിയുടെ ഉള്ളിലൂടെ ഇപ്പോൾ പല രാജ്യത്തും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബംഗ്ലാദേശിൽ പോകണം, അതിന് ഇപ്പോൾ കടലിൽ കൂടി പോകേണ്ടി വരില്ല, കടലിലൂടെ പോയാൽ മതിയായിരിക്കും. അപ്പോൾ കടലിലൂടെ ഒക്കെ ഇങ്ങനെ പൈപ്പുകൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ എന്തുണ്ട്, കടലിലൂടെ അടിയിലൂടെയും പൈപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണത്. വേറെ കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഇപ്പോൾ മഴ വരികയാണ്, വേറെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരികയാണ്. അപ്പോൾ കാലാവസ്ഥനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് സാറ്റലൈറ്റിലൂടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പോൾ ഇതിനേക്കാളൊക്കെ നല്ലത് എന്താണ്? ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒരു നല്ല കേബിൾ, നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, കടലിൻ്റെ അടിയിലൂടെ സെൻഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല വഴി. സോ അതുകൊണ്ട് തന്നെ അതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കടലിൻ്റെ അടിയിലൂടെ എങ്ങനെയാണ് ഡാറ്റ പോകുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഡാറ്റ 0101 എന്നുള്ള ഈ ഒരു ഒറ്റ റെപ്രസെൻറ്റേഷനിലാണ് ഈ ഡാറ്റ മൊത്തം പോകുന്നത് എന്നുള്ള ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഐ ബട്ടണിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 0101 ഡാറ്റ നമ്മൾ പോകുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ടോർച്ച് ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ ടോർച്ചിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ദിൽഷാദ് അപ്പുറത്ത് എവിടെയെങ്കിലും ഒരു ദൂരെ നിൽക്കുകയാണെന്ന്. അപ്പോൾ ദിൽഷാദിന് ഞാൻ ക്ലൂ കൊടുക്കുകയാണ്, ദിൽഷാദ് ഒരു ലൈറ്റ് ഞാൻ ഒരു പ്രാവശ്യം മിന്നിച്ചു കഴിഞ്ഞാൽ സംഭവം ഇവിടെ എന്തെങ്കിലും സംഭവം റെഡിയാണ്, 2 ലൈറ്റ് മിന്നിച്ചു കഴിഞ്ഞാൽ സംഭവം റെഡിയല്ല എന്ന് സിമ്പിളോട്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ്, ഒരു ലൈറ്റ് മിന്നിച്ചാണ്ട് ഓക്കെ കഴിഞ്ഞാൽ ഓക്കെ ദിൽഷാദിന് മനസ്സിലായി. എന്നതിന് പകരം 2 പ്രാവശ്യം മിന്നിച്ചു കഴിഞ്ഞാൽ ദിൽഷാദിന് ദൂരെ നിന്ന് മനസ്സിലാവും. സൗണ്ട് പോലും ഉണ്ടാക്കാൻ നമുക്ക് ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ അവിടെ എത്തിയില്ലേ? അപ്പോൾ ഇതുപോലെയാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളോട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് ലൈറ്റിന്റെ സഹായത്തോടെ. ലൈറ്റ് ശരിക്കും ഓൺ ഓഫ് എന്നല്ല, ഒരു ഡിം ആക്കുക ബ്രൈറ്റ് ആക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു സിസ്റ്റം ഒക്കെയാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ വീഡിയോ തന്നെ ചെയ്തു. ഒപ്റ്റിക്കൽ ഫൈബറിന്റെ വർക്കിങ്ങും ഡീറ്റെയിൽ ആയിട്ട്, അത് കുറച്ചുകൂടി ഇലക്ട്രോണിക്സും കുറച്ച് ഫിസിക്സും എല്ലാം കൂടി വരുന്നൊരു സംഭവമാണ്. ലൈറ്റ് എങ്ങനെയാണ് കറക്റ്റ് പോകുന്നത്, അതിൽ എന്തൊക്കെ സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, എന്തൊക്കെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ഇങ്ങനെ കുറെ സംഭവങ്ങൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞു തരുമ്പോഴത്തേന് കുറച്ച് കയ്യിൽ നിന്ന് പോകുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല. അത് നിങ്ങളൊന്ന് പഠിക്കുക, ഒപ്റ്റിക്കൽ ഫൈബർ എങ്ങനെയാണ് വർക്ക് ചെയ്യണം എന്നുള്ളത്. പിന്നെ അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒപ്റ്റിക്കൽ ഫൈബർ വർക്ക് ചെയ്യുമ്പോൾ അതിനെ കവർ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു കുറെ ലേയേഴ്സ് ആയിട്ടാണ് ആ പൈപ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓരോ സ്ഥലത്ത് കുറെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ഡാറ്റ കുറച്ച്, അതായത് സിഗ്നൽ വീക്കായി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒന്നുകൂടി ആംപ്ലിഫൈ നല്ല രീതിയിൽ ഒന്നുകൂടി സ്ട്രോങ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ കുറെ സംഭവങ്ങൾ, ഡിവൈസുകൾ, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിന് ഇലക്ട്രിക് ചാർജ് കൊടുക്കണം. അതെല്ലാം ഈ പൈപ്പിലൂടെ പോകുന്ന രീതിയിലൊക്കെയുള്ള സിസ്റ്റമാണ്. അപ്പോൾ അങ്ങനെ കുറെ ലെയർ ആയിട്ടാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ വരുന്ന ഒരു സാധാരണ കേബിളിന്റെ ഒരു വർക്കിംഗ് മാത്രമായിരിക്കില്ല, അതിന് പുറമെ പ്രൊട്ടക്ഷനും വേറെ കുറെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പൈപ്പാണ് ഈ കടലിന്റെ അടിയിലൂടെ ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ഡാറ്റ പോണത്. എന്നാലോ ഹൈ സ്പീഡിൽ, നമ്മൾ കണ്ടില്ലേ ഇത്രയും സ്പീഡിൽ നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഡാറ്റ അവിടെയും ഇവിടെ എത്തുകയാണ്. അപ്പൊ ഇത് പോസിബിൾ ആക്കുന്നത് സാറ്റലൈറ്റ് വഴിയല്ല, ഇങ്ങനെ കരയിലൂടെ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ കരയിലൂടെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യണത്, ഡാറ്റാസ് ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആരും തെറ്റിദ്ധരിക്കേണ്ട, ടവറിൽ നിന്ന് നേരെ സാറ്റലൈറ്റ് പോയി എങ്ങനെയോ പോയിട്ടൊന്നല്ല പോകുന്നത്, കരയിലൂടെ തന്നെ, അല്ലെങ്കിൽ കര അല്ലെങ്കിൽ കടലിലൂടെ മാർഗത്തിലൂടെ തന്നെയാണ് ഈ ഡാറ്റ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വേറൊരു സംഭവം പറഞ്ഞുതരാം. പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ എനിക്ക് മെസ്സേജ് വന്നൊന്നും സംസാരിക്കാൻ പറ്റുമോ, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടെന്ന് പറഞ്ഞ് പലരും വരാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഫ്രീ ടൈം ഞാൻ ഗെറ്റ് മൈ ടൈം എന്നുള്ള പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ നിങ്ങൾക്ക് ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യാം, എന്നെ കണക്ട് ചെയ്യാം, നമുക്ക് സംസാരിക്കാം. ഇനി വേറൊരു സംഭവം പറഞ്ഞുതരാം. അപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു ആളാണ് എലോൺ മസ്ക്. അതായത് എലോൺ മസ്കിന്റെ കാര്യം പറഞ്ഞ ഒരു ബോളൊന്ന് എലോൺ മസ്ക് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, സ്പേസ് എക്സ് എന്ന പ്രൊജക്റ്റിൽ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, ഈ സാറ്റലൈറ്റ് ഡിസ്റ്റൻസ് കൂടുതലായി, സാധാരണ ഇതുവരെ വിട്ടിരിക്കുന്ന സാറ്റലൈറ്റുകൾ കുറച്ചുകൂടി ഓർബിറ്റ് കുറച്ചുകൂടി ഡിസ്റ്റൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കുറച്ചിട്ട് ചെറിയ ഏകദേശം 10,60,000-70,000 സാറ്റലൈറ്റുകൾ ഭൂമിക്ക് ചുറ്റും മുഴുവനാണ് ചെയ്യുന്നത്. എന്നിട്ട് അതുവഴി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു പ്രൊജക്ട്, അതിന്റെ പരീക്ഷണം, അതിന്റെ കുറച്ച് സാറ്റലൈറ്റുകൾ ഓൾറെഡി വിക്ഷേപിച്ച് അതിന്റെ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ എലോൺ മസ്ക് ചിന്തിക്കണം എന്താണെന്ന് വെച്ചാൽ, ഇതിനേക്കാളും കരയിലൂടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സ്പീഡിൽ എലോൺ മസ്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോസിബിൾ ആയി കഴിഞ്ഞാൽ ഇന്റർനെറ്റിന്റെ മോണോപോളി എലോൺ മസ്കിന്റെ അടുത്തായി. ഇപ്പൊ നമ്മള് പണ്ട് നമ്മുടെ നാട്ടില് ഇപ്പൊ അമേരിക്കയുടെ ഒക്കെ സ്റ്റോറി പഠിക്കുമ്പോൾ പണ്ട് റെയിൽവേ കൊണ്ടുവന്നത്, പണ്ട് ഇലക്ട്രിസിറ്റി കൊണ്ടുവന്നതൊക്കെ ആയിട്ടുള്ള പല പല മഹാന്മാരുണ്ട്. ഇവരെ അതേപോലെ തന്നെ ഇന്റർനെറ്റിന്റെ ആധിപത്യം മൊത്തം കയ്യിലാക്കുക എന്നുള്ളതാണ് എലോൺ മസ്കിന്റെ ഗെയിം സ്പേസ് എക്സിലൂടെ. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരുപാട് ചെറിയ സാറ്റലൈറ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് കൂടി നടക്കുന്നുണ്ട്. അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ കൂടി തരാം. അപ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾ റിസർച്ച് നടത്തണം. ഒന്ന് സ്പേസ് എക്സ് പ്രൊജക്റ്റിനെ കുറിച്ച്, പിന്നെ ഒന്ന് ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഈ ലേയേഴ്സ് ഒക്കെ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടവർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഞാൻ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. എന്നാൽ എൻ്റെ കയ്യിലുള്ള വേറൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ എലോൺ മസ്ക് ഇപ്പോൾ ചുറ്റും സാറ്റലൈറ്റ് ഒക്കെ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെൻഡ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് എത്തിക്കാനല്ല നോക്കണത്. ഞാൻ വേറെ ട്രിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നേരെ കുത്തര താഴോട്ട് പോയാൽ പോരെയാണ്. അപ്പൊ അങ്ങനെ പോയാൽ പോരെ ശരിക്കും. അതല്ലേ ദൂരം കുറവ്. സാറ്റലൈറ്റ് പോയി വരുന്നതിനേക്കാളൊക്കെ ദൂരം കുറവാണ് ഭൂമിന്റെ അടിക്കുന്നത്. ഇത് അന്വേഷിച്ച് നടന്നിട്ടുണ്ട് ആൾക്കാർ. അത് അടുത്ത വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എത്ര കിലോമീറ്റർ നമുക്ക് ഭൂമിക്ക് താഴോട്ട് കുഴിക്കാൻ പറ്റും. ഏതാണ്ട് 11 കിലോമീറ്റർ വല്ലതുമാണ്. എന്തുകൊണ്ട് അതിനകത്ത് താഴോട്ട് പോകാൻ പറ്റും വേറെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.
ചെയ്യും.